മകരവിളക്ക് ഉത്സവത്തിന് ശബരിമല നട തുറന്നതിന് ശേഷമുള്ള എല്ലാ ദിവസവും ദർശനത്തിനെത്തിയത് 1,00,000-ലധികം തീർത്ഥാടകർ. ഇന്ന് ഉച്ചവരെയുള്ള കണക്ക് പ്രകാരം 40,000-ലധികം പേർ 18-ാം പടി കയറി. തിരക്കേറുന്ന സാഹചര്യത്തിൽ തീർത്ഥാടകർക്ക് സുരക്ഷയും സൗകര്യവും ഒരുക്കുന്നതിനുള്ള നടപടികൾ ഏകോപിപ്പിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസും. സജീവ് സി വാര്യർ തയ്യാറാക്കിയ സജീവ് ഏതായാലും വലിയ തിരക്ക് മകരവിളക്കുമായി ബന്ധപ്പെട്ടുണ്ട്. നേരത്തെ ഇത്രയധികം 1,00,000-ലധികമൊക്കെ ആളുകൾ വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ സന്നിധാനത്തുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ചുള്ള ഏതാണ്ട് ക്രമപ്പെടുത്തിയ ഒരു സംവിധാനമാണോ ഇപ്പോൾ? രഞ്ജിത്ത്, ശരിയായിട്ടും ഇപ്പോൾ ഒരു ക്രമപ്പെടുത്തിയ സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നു. മണ്ഡലകാലത്ത് കണ്ട പോലെയുള്ള കഷ്ടതകളോ ബുദ്ധിമുട്ടുകളോ ഇപ്പോൾ കാണാനില്ല. ഇപ്പോഴുള്ളത് ചില മേഖലയിൽ ശരണവഴികളിൽ ചെറിയ തടസ്സങ്ങൾ, അതായത് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓരോ ചെക്ക് പോയിന്റിലും നിർത്തുകയും അവരെ പിന്നീട് കടത്തിവിടുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് അല്പം മണിക്കൂറുകൾ കൂടി കൂടുതൽ നിന്നാൽ മാത്രമേ സന്നിധാനത്ത് എത്തൂ എന്നുള്ളത് മാത്രമാണ്. ശരണവഴികളിൽ രാവിലെ പമ്പയിൽ നിന്ന് പുറപ്പെട്ടാൽ വൈകുന്നേരമേ ഇവിടെ എത്തൂ എന്നുള്ളൊരു സാഹചര്യമുണ്ട്. കാരണം അത്രയധികം തീർത്ഥാടകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്, പ്രത്യേകിച്ചും കർണാടക, കർണാടക, ആന്ധ്രാപ്രദേശ്, അതുപോലെ തെലുങ്കാന, അതുപോലെ തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് കൂടുതലും എത്തുന്നത്. മലയാളികളെക്കാൾ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് എന്നതാണ് പ്രത്യേകത. അവരെല്ലാം തന്നെ രാവിലെ വന്ന് രാത്രി ഇവിടെ തങ്ങുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നിട്ട് പോലും തീർത്ഥാടകർ ഇവിടെ തങ്ങുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ മുതൽ 12 മണി വരെയുള്ള കണക്കുകളാണ് നമ്മൾ പറഞ്ഞത്. 40,000-ൽ പരം ആളുകൾ ഇപ്പോൾ 18-ാം പടി കയറി കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10,000-ഓളം പേർ ഇപ്പോൾ ഈ സമയത്തിനകം 18-ാം പടി ചവിട്ടി കഴിഞ്ഞിരിക്കുമെന്നാണ് നമുക്ക് ഊഹിക്കാവുന്നത്. ഏതായാലും 1,00,000-ൽ പരം ആളുകൾ ഇന്നും ശബരിമലയിൽ ദർശനം നടത്തും എന്ന് വ്യക്തമാണ്. അതേസമയം അരവണക്ഷാമം ഇപ്പോഴും തുടരുകയാണ്. 2 ടിൻ അരവണ മാത്രമാണ് ഒരാൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തീർത്ഥാടകർ ഇപ്പോൾ ചെയ്യുന്നത്, കൂടുതൽ പ്രസാദം വേണ്ട ആളുകൾ അരവണ വീണ്ടും ക്യൂ നിന്ന് വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യം ഉള്ളതിനാൽ കൂടുതൽ ആളുകൾ സന്നിധാനത്ത് തന്നെ തങ്ങുന്ന ഒരു അവസ്ഥയുമുണ്ട്. അതുകൊണ്ടാണ് തിരക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത്. ഇനി മകരവിളക്ക് ദർശനത്തിൻ്റെ സമയമാകുമ്പോഴേക്കും 10-ാം തീയതി ആകുമ്പോഴേക്കും കൂടുതൽ ആളുകളെ സന്നിധാനത്ത് നിന്ന് പെട്ടെന്ന് താഴേക്ക് ഇറക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടി ആളുകൾ ഇവിടെ കാത്തിരിക്കുകയും മകരവിളക്ക് കാണാനായി സന്നിധാനത്ത് തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനാൽ പരമാവധി ആളുകളെ മലയിറക്കണം. ദർശനത്തിന് ശേഷം മലയിറക്കുക എന്നുള്ളതായിരിക്കും ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ പോലീസിൻ്റെയും ഒരു ശ്രമകരമായ ദൗത്യം. ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ സന്നിധാനത്ത് എന്നിട്ടും ഇപ്പോൾ ആളുകൾ 18-ാം പടി കയറി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്.